ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചെസ്നാസ് കിച്ചൻ. അപ്പോൾ ഞാനിന്ന് ചെയ്തിട്ടുള്ളത് നിധിക്കോഴിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ നിധി പോലെ പാക്ക് ചെയ്തെടുത്ത് നമ്മൾ ദം ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനൊരു ടിക്ടോക്കിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ലായിരുന്നു. ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ വിളമ്പുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനിത് എൻ്റേതായ ഒരു റെസിപ്പിയിൽ ചെയ്തെടുത്തതാട്ടോ. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സോടെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. കാരണം എൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലായിട്ടും എൻ്റെ വ്യൂവേഴ്സായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഒന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു പാനിലേക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, കാരണം വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 2 വലിയ സവാള മുറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല തിന്നായിട്ട് മുറിച്ചിട്ടിട്ട് കൊടുക്കുക, അപ്പോഴിത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 2 മീഡിയം സൈസ് സവാള മതിയാവും. ഇനി ഇതൊന്ന് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടണം കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ മേലെ ഇങ്ങനെ പെരണ്ടിരിക്കണം, അതാണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഈ പച്ചമണമൊന്ന് മാറുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല എരിവുള്ള കുരുമുളക് പൊടി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് 1 ടേബിൾ സ്പൂണേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇത് ഇറച്ചി മസാല പൊടിച്ചെടുത്തത്, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതില്ലെങ്കിൽ പാക്കറ്റ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ചെറിയ തീയിലിട്ടാണ് ഞാനിതെല്ലാം ചെയ്തെടുക്കുന്നത്, കാരണം മസാലയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കുഴമ്പ് പരുവാവണം. അപ്പോൾ ഈ സമയത്ത് ഞാനിതിലേക്ക് ഒന്ന് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കിലോ ഫ്രഷ് ചിക്കനാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിൽ കോഴിമുട്ട ചേർത്ത് കൊടുക്കണം, അതുപോലെ തന്നെ നട്ട്സും ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കോഴിമുട്ട, കാടമുട്ടയും കോഴിമുട്ടയും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നട്ട്സും ഞാൻ കുറച്ച് സവോളയും കൂടെ ഫ്രൈ ചെയ്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ചിക്കനിൽ വെള്ളം ഒഴിക്കുന്ന മുന്നേ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചിക്കനിലേക്ക് മസാലയുടെ സ്മെല്ലും ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഈ ചിക്കൻ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. പിന്നെ ഇടയ്ക്കൊന്നത് തുറന്ന് നോക്കാം കേട്ടോ, ഒന്ന് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാതെ സൂക്ഷിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു അടി കട്ടിയുള്ള പാത്രത്തിലാണ് എടുത്തത്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അടി പിടിക്കുന്നുള്ളൊരു ടെൻഷനില്ല. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി അതിനോട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു കുടുക്കയാണ്. ഇനിയിപ്പോൾ കുടുക്ക കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു ചട്ടി എടുക്കുക കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലും കുടുക്ക ഇല്ലായിരുന്നു, ഞാൻ ജാസ്മിൻ്റെ ഉമ്മേൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാണിത്. അപ്പോൾ ഇതിലേക്കാണ് നമ്മളിനി സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഉള്ളി പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, സവാള ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ തന്നെ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളിതുപോലെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ, അത്ര ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ സെയിം റെസിപ്പി തന്നെ ഒന്ന് ഫോളോ ചെയ്താൽ മതി.
അപ്പോൾ ഈ ചിക്കനൊക്കെ ഇതിലേക്ക് ഞാൻ വിളമ്പിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ടയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 സാധാരണ കോഴിമുട്ട എടുത്ത് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ളത് കാടമുട്ടയായിരുന്നു. അപ്പോൾ കാടമുട്ടയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സവോള, കശുവണ്ടി, കിസ്മിസ്, അതുപോലെ തന്നെ ആൽമണ്ട് ഞാൻ ഫ്രൈ ചെയ്തിട്ടില്ല. കശുവണ്ടിയും കിസ്മിസും സവോളയൊക്കെ ഫ്രൈ ചെയ്തത് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സമയത്ത് കറിവേപ്പില, പുതിനയില ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ആൽമണ്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനല്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ സവാള ഫ്രൈ ചെയ്തതും കശുവണ്ടി കിസ്മിസും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ബാക്കിയുള്ളതും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സവാള പൊരിച്ച് ചേർക്കണം എന്നുള്ള നിർബന്ധം കേട്ടോ. അതങ്ങനെ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ സവാള തന്നെ ഞാൻ ഫുള്ളെടുത്ത് ഫ്രൈ ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ലാസ്റ്റ് വരുന്ന മസാലയും കൂടെ ഞാനിതിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതേ പാനിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പോളം വെള്ളം മതി. അതും കൂടെ ഞാൻ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ചട്ടി അടി പിടിക്കാതിരിക്കാനാണ്. ഇനി ഇത് നമുക്കൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാനൊരു ഫോയിൽ വെച്ച് അടച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് സീൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ തീയിലിട്ട് വേണം ഒന്ന് നന്നായിട്ട് കുറച്ചൊരു 10 മിനിറ്റ് വരെ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ഞാൻ ചെറിയ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് കത്തിച്ച് കൊടുക്കുക കേട്ടോ. വലിയ ഫയറിലിട്ട് കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ച് പോവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിയും അതുപോലെ നട്ട്സും എല്ലാം കൂടെ മിക്സായി വന്നിട്ട് ഇപ്പോൾ നല്ലൊരു സ്മെല്ല് പുറത്തേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പം ഞാനിതൊന്ന് തുറന്ന് നോക്കാൻ പോവാണ്. നല്ല സ്മെല്ലാട്ടോ. അപ്പോൾ ഇതുപോലെ എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യാം നിങ്ങളോട്. തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ഇതിൻ്റെ സ്മെല്ല് കേട്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അത്രയും നല്ല സ്മെല്ലാണ്. അപ്പം നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ടൊന്ന് വിളമ്പി നോക്കാം. അപ്പോൾ ഇത് നെയ്ച്ചോറിൻ്റെ, അപ്പത്തിൻ്റെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അത്ര നല്ല തിക്ക് ഗ്രേവിയാണ്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ എല്ലാം കൂടെ മിക്സ് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ ചട്ടിയിൽ അടിയിൽ പിടിക്കുമെന്ന് വിചാരിച്ച് ആ വെള്ളം കൂടുതൽ വറ്റിക്കാൻ നിന്നിട്ടില്ലായിരുന്നു. ഒരു 5-8 മിനിറ്റ് വരെ ഞാൻ ചെറിയ തീയിലിട്ട് വെച്ചായിരുന്നു. അപ്പോൾ തന്നെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ആ ഉള്ളി ഫ്രൈ ചെയ്ത് ചേർക്കുന്നതുകൊണ്ട് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട്. അതുപോലെ നട്ട്സും ഒക്കെ ഫ്രൈ ചെയ്ത് ചേർക്കുമ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട്. കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയുമാണ്. അപ്പോൾ ഇതുപോലെ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.